ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചെമ്പനിപ്പൂൽ പുതിയൊരു നായകൻ്റെയും നായികയുടെയും പിറവി എടുത്തിരിക്കുകയാണ് കേട്ടോ. അതാരാണെന്നുള്ള വിശേഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇപ്പം നമ്മുടെ ചെമ്പനിപ്പൂവ് നടക്കുന്ന ഭാഗത്തിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ പറയാം. അതിന് കാരണം മറ്റൊന്നുമല്ല, പലരും തന്നെ ചെമ്പനിപ്പൂവിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തന്നെ മിസ് ചെയ്തിട്ടുണ്ടല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വരുന്ന ഭാഗങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞു പോകിയ ഭാഗങ്ങളും കൂടി മിക്സ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മുടെ നീലിമയുടെ കയ്യിൽ നിന്ന് ശ്രുതിയും കൂടെ മേടിച്ച ആ ഒരു പണത്തിന്റെ സത്യാവസ്ഥ സച്ചി നീലിമയെ തന്നെ മുൻനിർത്തി തന്നെ എല്ലാവരോടും പറയുന്നില്ല. ആ സമയത്ത് ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളമാകുമെന്ന് പറഞ്ഞ പോലെ തന്നെ ശ്രുതിയോടുള്ള ദേഷ്യം മുഴുവൻ രേവതിയോടുള്ള സ്നേഹമായിട്ട് ചന്ദ്രയ്ക്കായിട്ട് മാറുന്നുണ്ടല്ലേ. എന്നാൽ അത് അത്ര വലിയ ആ ഒരു സ്നേഹത്തിന് അത്ര വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ചന്ദ്ര ഒരുപാട് ദേഷ്യം അടക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ശ്രുതി ഈ തൻ്റെ സങ്കടങ്ങളെല്ലാം തന്നെ ഭാമയോട് പോയി പറയുകയും ഭാമ പിന്നീട് മുൻകൈ എടുത്ത് തന്നെ ചന്ദ്രനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയതിന് ശേഷം പറയുന്നത്, ഇനിയും നീ ശ്രുതിയോട് ഇതേ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ അവൾ അവളുടെ സ്വന്തം നാട്ടിലേക്ക് പോകും, നീ നിന്റെ മകൻ വീണ്ടും പഴയപടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ് നടക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഇതേ ഒരു ഡയലോഗുമായിട്ട് രവിയോ അങ്ങോട്ടേക്ക് വന്ന് രവി വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഇല്ല എന്നാണെങ്കിൽ അവൻ ഒന്നും അല്ലാതായേനെ. ഇപ്പോഴും അവൻ പാർക്കിലും ബീച്ചിലൊക്കെ കറങ്ങി നടന്നേനെ. അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ അവൾ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവൻ ഈ ഒരു നിലയിലേക്ക് എത്തിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി ഇതേ രീതിയിൽ തന്നെ ഇരുവരെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അത് വർക്കൗട്ട് ആവുന്നുണ്ട്. ചന്ദ്ര ആ ഒരു ദേഷ്യവും പിണക്കങ്ങളൊക്കെ മറക്കുന്ന സമയത്ത് ശങ്കരൻ പിന്നെ തെങ്ങിന്മേ തന്നെ എന്ന് പറഞ്ഞ രീതിക്ക് രേവതിക്ക് വീണ്ടും കഷ്ടകാലം തുടങ്ങാണ്. രേവതി TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര വന്നതിന് ശേഷം പൂക്കാതെ നീ പോയി അടുക്കളയിൽ ജോലി ചെയ്യടി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെ രേവതിയോടായിട്ട് പെരുമാറുന്നൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ വീണ്ടും രേവതി ഒരു അടുക്കളക്കാരി എന്ന നിലയിലേക്ക് തന്നെ ചന്ദ്ര മാറ്റിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നല്ലൊരു പ്രണയാർദ്രമായിട്ടുള്ളൊരു ഭാഗവും വരുന്നുണ്ട് കേട്ടോ. അത് മറ്റാരുമല്ല, ഈ ഒരു പ്രണയ ജോഡികൾ എന്ന് പറയുന്നത് നമ്മുടെ മീരയ്ക്കായിട്ട് പുതിയൊരു കാമുകൻ അവിടെ വരുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മീര വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നെടുക്കുകയും ഇദ്ദേഹത്തിന് മീരയെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയും മീരയെ പ്രൊപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇതിനിടയിൽ തന്നെ വരാനുണ്ട്. ആ ഒരു സമയത്തുള്ള മീരയുടെ നാണവും മാത്രമല്ല, മീര രേവതിനെ പോയി കണ്ടതിന് ശേഷം സച്ചിയെപ്പോലും ഇത്രയും ഹാർഡായിട്ടുള്ള സ്വഭാവമുള്ളൊരുത്തിനെ എങ്ങനെ രേവതി ഇത്ര സ്മൂത്താക്കി എടുത്തു എന്ന രീതിയിൽ കൂടി രേവതിയോട് സംസാരിച്ച് പ്രണയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗവും നമുക്ക് വരാനിരിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ പ്രണയ ജോഡി എന്നത് മറ്റാരുമല്ല, മീരയുടെ പുതിയൊരു കാമുകനായിട്ട് വരുന്ന ആരാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.